ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് ഡാൻസ് ഫോംസ് ആൻഡ് സ്റ്റൈൽസ് ഇൻ ഇന്ത്യ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടെയാണ് ഈ ഒരു ചാപ്റ്ററിൽ. കൾച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡാൻസ് എന്നുള്ളത് നോക്കാം. Dance in India comprises the varied styles of dances and as with other aspects of Indian culture, different forms of dances organized in different parts of India, developed according to the local traditions and also imbibed elements from other parts of the country. These dance forms emerged from Indian traditions, ethics and historical mythology എന്നുള്ളതാണ്. അപ്പോൾ ഡാൻസ് ഇൻ ഇന്ത്യ കംപ്രൈസസ് ദ വാരീഡ് സ്റ്റൈൽസ് ഓഫ് ഡാൻസസ് ആണ് അല്ലേ. ഇന്ത്യയിലെ നൃത്തത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള നൃത്ത ശൈലികൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇൻ വിത്ത് അതർ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ കൾച്ചർ, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡാൻസേഴ്സ് ഒറിജിനേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ മറ്റ് ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് കൾച്ചറലി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഡെവലപ്ഡ് അക്കോർഡിംഗ് ടു ദ ലോക്കൽ ട്രഡീഷൻസ് അല്ലേ. ലോക്കൽ ട്രഡീഷൻസിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് എമർജ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും, ഈ ഒരു പാരമ്പര്യം, ഇന്ത്യയുടെ തന്നെ പാരമ്പര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അതിൻ്റെ ഇതിഹാസങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ചരിത്ര പുരാണങ്ങളിൽ നിന്നൊക്കെയാണ് ഇത്തരം നൃത്തരൂപങ്ങൾ എന്ത് ചെയ്ത് വന്നിട്ടുള്ളത്, ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ്. ഏതൊക്കെയാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, സംഗീത് നാടക് അക്കാദമി recognizes 8 distinctive traditional dances as Indian classical dance. അതായത് ഈ ഒരു അക്കാദമി പ്രകാരം പറയുന്നത് എന്താണ്, 8 ഡിസ്റ്റിങ്റ്റീവ് ട്രഡീഷണൽ ഡാൻസസ് ഉണ്ട് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് ആയിട്ട് എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഒന്ന് ഭരതനാട്യം ഉണ്ട്, തമിഴ്നാട് ആണ്. ദെൻ കഥകളി, കുച്ചിപ്പുടി, മണിപ്പൂരി, മോഹിനിയാട്ടം, ഒഡീസി ആൻഡ് ക്ഷത്രിയ ആണ്. ഇത്രയാണ് എന്ത് വരുന്നത്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്ന് ഭരതനാട്യമാണ്, ദെൻ കഥകളി കേരളയാണ്, കുച്ചിപ്പുടി AP, ദെൻ മണിപ്പൂർ, മോഹിനിയാട്ടം കേരള, ഒഡീഷ, ദെൻ ക്ഷത്രിയ ആസാം. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദെൻ അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ അതേഴ്സ് ആയിട്ട് വരുന്നത് ഫോക്ക് ഡാൻസസ് ആണ്. അതായത് ഫോക്ക് ഡാൻസസ് ആർ ന്യൂമറസ് ഇൻ നമ്പർ ആൻഡ് സ്റ്റൈൽ ആൻഡ് വേരി അക്കോർഡിംഗ് ടു ദ ലോക്കൽ ട്രഡീഷൻ ഓഫ് ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്, എത്തനിക് ഓർ ജോഗ്രഫിക് റീജിയൻസ്. അതായത് ഫോക്ക് ഡാൻസസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് സ്റ്റൈൽസ് ഉണ്ട് അതിന്. അതുപോലെ തന്നെ ഇത് പല ലോക്കൽ ട്രഡീഷൻസിന്റെയും അതുപോലെ തന്നെ ആ റെസ്പെക്റ്റീവ് സ്റ്റേറ്റിന്റെയും ഒക്കെ ഒരു ജോഗ്രഫിക് റീജിയൻസിനും അതിൻ്റെയൊക്കെ അവരുടെ ട്രഡീഷൻ അനുസരിച്ചൊക്കെ എന്ത് ചെയ്തിരിക്കും, ഇത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ദെൻ കണ്ടംപററി ഡാൻസസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് റിഫൈൻഡ് ആൻഡ് എക്സ്പെരിമെന്റൽ ഫ്യൂഷൻസ് വരുന്നുണ്ട്. ഫ്യൂഷൻസ് ഓഫ് ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് ആൻഡ് വെസ്റ്റേൺ ഫോംസ്. അതായത് ഫ്യൂഷൻ ക്ലാസിക്കൽസിന്റെയും ഫോക്ക് ഡാൻസിന്റെയും അല്ലെങ്കിൽ വെസ്റ്റേൺ ഫോംസിന്റെയും ഒക്കെ ഒരു ഫ്യൂഷനാണ് കണ്ടംപററി ഡാൻസസ് എന്ന് പറയുന്നത്. ഇൻ മോഡേൺ ടൈംസ് ദ പ്രസന്റേഷൻ ഓഫ് ഇന്ത്യൻ ഡാൻസ് സ്റ്റൈൽസ് ഇൻ ഫിലിംസ് ഹാസ് എക്സ്പോസ്ഡ് ദ റേഞ്ച് ഓഫ് ഡാൻസ് ഇൻ ഇന്ത്യ ആസ് ടു എ ഗ്ലോബൽ ഓഡിയൻസ്. ഇപ്പം ഈ ഒരു മോഡേൺ ടൈംസിൽ നമ്മുടെ ഇന്ത്യൻ ഡാൻസസിനെ അല്ലെങ്കിൽ ബോളിവുഡ് ഡാൻസിങ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഡാൻസ് സ്റ്റൈൽസിനെ എന്തെങ്കിലും ഫിലിംസിലൊക്കെ കാണിക്കുന്നുണ്ട്, എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഒരു ഇന്ത്യയിലെ ഡാൻസിനെ ഒരു ഗ്ലോബൽ ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് ഇതിന്റെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ ആയിട്ട് ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ക്ലാസിക്കൽ ഡാൻസ് പറയുന്നുണ്ട്, ദെൻ ഫോക്ക് ഡാൻസസ് ആണ്, ദെൻ കണ്ടംപററി ഡാൻസസ്. ഇനി എന്താണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് നൃത്ത എന്ന് പറയുന്നത് പുവർ ഡാൻസ് ആണ്, പെർഫോംഡ് വിത്ത് അട്രാക്റ്റീവ് മൂവ്മെന്റ്സ് ഓഫ് ദ ബോഡി അല്ലെ. ബോഡിയുടെ തന്നെ ഒരു അട്രാക്റ്റീവ് മൂവ്മെന്റ്സ് കാണിച്ചുകൊണ്ടുള്ള പെർഫോം ചെയ്യുന്ന ഡാൻസിനെയാണ്, പ്യുവർ ഡാൻസിനെയാണ് നൃത്ത എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നൃത്യ. അല്ലെങ്കിൽ ഇറ്റ് കൺവേസ് ദ മീനിങ്സ് ബൈ ഹാൻഡ് മൂവ്മെന്റ്സ് ആൻഡ് ജെസ്റ്റേഴ്സ്. അതായത് ഹാൻഡിലൂടെ കൈയിലൂടെയോ അല്ലെങ്കിൽ കൈകൾ വഴിയോ അല്ലെങ്കിൽ ജെസ്റ്റേഴ്സ് വഴിയോ ഒക്കെ മൂവ്മെന്റ്സ് കൊടുത്തുകൊണ്ട് മീനിങ് കൺവേ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞതിനാണ്. നൃത്തയ്ക്ക് പറഞ്ഞിട്ടുള്ളത് അത്ര അട്രാക്റ്റീവ് മൂവ്മെന്റ്സ് മാത്രമേ ഉള്ളൂ, അത് ഒരു മീനിങ് ഒന്നും കൺവേ ചെയ്യുന്നില്ല. പക്ഷേ നൃത്യ പറയുന്നത് എന്താണ്, അതിൽ കൺവേ ചെയ്യുന്നത് എന്താണ്, ഹാൻഡ് മൂവ്മെന്റ്സും ജെസ്റ്റേഴ്സും വെച്ചിട്ട് മീനിങ്സ് കൺവേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നാട്യാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ നാട്യയിൽ പറയുന്നത് ഇറ്റ്സ് എ പ്യുവർ ഡാൻസ് വിത്ത് അഭിനയം കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്യുവർ ഡാൻസിനെയാണ് നാട്യം എന്ന് പറയുന്നത്. അപ്പോൾ
അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ഭാരതത്തിലെ ഡാൻസിനെ മൊത്തം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 3 ആയിട്ടാണ്. നൃത്യ, നാട്യ എന്നുള്ളതായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഫോക്ക് ഡാൻസസ്. ഫോക്ക് ഡാൻസസ് ഓഫ് ഇന്ത്യ ഏതൊക്കെ നോക്കാം. അതായത് ഫോക്ക് ഡാൻസസ് ഓഫ് ഇന്ത്യ വാരി അക്കോർഡിംഗ് ടു ദ റീജിയൻ ആൻഡ് ഹാവ് നോ സ്പെസിഫിക് റൂൾസ് ഫോർ ഇറ്റ്സ് പെർഫോമൻസ്. അതായത് ഈ ഒരു ഫോക്ക് ഡാൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതിങ്ങനെ ഓരോ റീജിയൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്തിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ പെർഫോമൻസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. സോ ദീസ് ആർ പോപ്പുലർ എമംഗ് ഓൾ റൂറൽ പീപ്പിൾ. ഇത് റൂറൽ പീപ്പിളിന്റെ ഇടയിലാണ് എന്ത് ചെയ്തത്, പോപ്പുലർ ആയിട്ടുള്ളത്. ദ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് വെരി സിമ്പിൾ ആൻഡ് ബിലോങ്ങിങ്സ് ടു സ്പെസിഫിക് ലൊക്കാലിറ്റീസ്. അല്ലെ, ഓരോ ലൊക്കാലിറ്റീസിന്റെയും ഒരു സ്പെസിഫിക് ലൊക്കാലിറ്റിയുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജുകളായിരിക്കും എന്ത് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ തീം വിൽ ബി റിലേറ്റഡ് ടു നാച്ചുറൽ എവറിഡേ ആക്ടിവിറ്റീസ് ആൻഡ് ബേസിക് ഹ്യൂമൻ ജോയ്സ് ആൻഡ് സോറോസ്. ഇതിൽ നമ്മൾ കാണിക്കുന്ന ആ തീം എന്ന് പറയുന്നത് എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു നാച്ചുറൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എവറിഡേ നമ്മൾ സാധാരണ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും, ബേസിക് ഹ്യൂമൻ ജോയ്സ് ഒക്കെ ആയിരിക്കും അതിലൂടെ കാണിക്കുന്നത്. Then these are the primarily for entertainments but also used for social, political, moral and religious purpose. Then either men or women can perform. Like folk dances ഗ്രൂപ്പുകളായിട്ട് പെർഫോം ചെയ്യുമ്പോൾ മെന്നിനോ അല്ലെങ്കിൽ വുമൻസിനോ എന്ത് ചെയ്യാൻ പെർഫോം ചെയ്യാനാണ്. This is not a region then which doesn't have its own folk dance and music throughout the India. Then depending on the level of social and cultural development, folk dances can be grouped under the categories of tribal, village and traditional ritual dances എന്ന് പറയുന്നത്. അതായത് ഇത് ഈ ഒരു ഫോക്ക് ഡാൻസസിനെ നമ്മൾ പിന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ട്രൈബൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വില്ലേജ് ആൻഡ് ട്രഡീഷണൽ, അതുപോലെ തന്നെ റിച്വൽ ഡാൻസസ്, ആചാരങ്ങളുള്ള ഡാൻസസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ പറയുന്നത് ഹാവ് ദെയർ റൂട്ട്സ് ഇൻ റിലീജിയസ് ആൻഡ് സീസണൽ ഫെസ്റ്റിവൽസ്. അല്ലെങ്കിൽ ഓരോ സീസണൽ ഫെസ്റ്റിവൽസിലൊക്കെയാണ് ഇത് കാണാനായിട്ട് സാധിക്കുക. ആൻഡ് ദേ ആർ മോസ്റ്റ്ലി പെർഫോംഡ് ഇൻ ഗ്രൂപ്പ്സ്. നമുക്കറിയാം ഫോക്ക് ഡാൻസസ് മെയിൻ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഗ്രൂപ്പ്സ് ആയിട്ടായിരിക്കും. ദെൻ എവറി സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഫോക്ക് ഡാൻസ് ഫോംസ്, അല്ലെ, ലൈക്ക് കോലാട്ടം, കുമ്മി, പാമ്പാട്ടം, കൂടിയാട്ടം. അതായത് ഓരോ സ്ഥലത്തെയും ഒരു സ്റ്റേറ്റിന്റെയും പ്രത്യേകത അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ റിലീജിയസിനായിട്ടുള്ള പ്രത്യേകത അനുസരിച്ചിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡാൻസസ് ഉണ്ടായിരിക്കും എന്നുള്ളത്. തമിഴ്നാട്ടിലുള്ള ഡാൻസസ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ കർണാടകയിലുള്ള ഡാൻസസ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ കുറച്ച് എക്സ്ട്രാ ഡാൻസസ് നമുക്ക് നോക്കി വെക്കാം ഏതൊക്കെയാന്നുള്ളത്. ഇനിയിപ്പോ ഈ മെയിൻ ആയിട്ട് ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഫോക്ക് ഡാൻസ് പറഞ്ഞു. ഇതിന്റെ ഒരു ഡിഫറൻസ് എന്താന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോ ഒരു ഡിഫറൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിൽ അത് തീംസ്, അല്ലെ, തീംസ് ആർ ബേസ്ഡ് ഓൺ എപ്പിക്സ് ആൻഡ് മെത്തോളജി. അതായത് മെത്തോളജിയെയും അതുപോലെ തന്നെ എപ്പിക്സിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിന് തീംസ് ഉണ്ടായിരിക്കുക. പക്ഷെ ഫോക്ക് ഡാൻസസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും. അത് ബേസ് ചെയ്യുന്നത് എവറിഡേ ലൈഫ് ആയിരിക്കും, ജോയ്സ്, അല്ലെ, എവറിഡേ ലൈഫ് ആൻഡ് ജോയ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡാൻസ് എന്ന് പറയുന്നത്. ദെൻ അക്കമ്പനീഡ് ബൈ ക്ലാസിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ആണ് ക്ലാസിക്കൽ ഡാൻസിൽ ഉണ്ടായിരിക്കുക. ഫോക്ക് ഡാൻസിൽ അക്കമ്പനി ചെയ്യുന്നത് ഏതാണ്, ഫോക്ക് മ്യൂസിക് വിത്ത് ലെസ് എംഫസൈസ് ഓൺ ഇൻസ്ട്രുമെന്റ്സിന്റെ കുറവുണ്ടായിരിക്കും എന്നുള്ളതാണ്. ദെൻ മെയിൻലി ക്ലാസിക്കൽ ഡാൻസ് വരുമ്പോൾ മെയിൻലി സോളോ പെർഫോമൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും, അല്ലെ, ഒരാളെ പെർഫോം ചെയ്യുള്ളൂ. ഫോക്ക് ഡാൻസസ് മെയിൻ ആയിട്ട് എന്താ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതില് ക്ലാസിക്കൽ ഡാൻസിൽ ഓഡിയൻസ് എന്ത് ചെയ്യില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ബട്ട് ഫോക്ക് ഡാൻസിൽ ഓഡിയൻസ് ക്യാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ്, അല്ലെ. ഈ ഒരു ഫോക്ക് ഡാൻസിൽ ആർക്കും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഓഡിയൻസിനും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ക്ലാസിക്കൽ ഡാൻസ് ആകുമ്പോൾ ഡ്രസ് എന്ന് പറയുന്നത് ഇലാബറേറ്റ് ആൻഡ് എലഗന്റ്, അല്ലെ, ഓർണമെന്റേഷൻ ഒക്കെ ഒരുപാട് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അങ്ങനെ ഫോക്ക് ഡാൻസിൽ പറയുന്നത് ഡ്രസ് ഈസ് സിമ്പിൾ ബട്ട് കളർഫുൾ ആയിരിക്കും. ഡ്രസ്സ് സിമ്പിൾ ആയിരിക്കും, അതുപോലെ തന്നെ വളരെ കളർഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ക്യാൻ ബി മെയിൻലി ഫോർ എന്റർടൈൻമെന്റ്സ്. ഈ ഒരു ക്ലാസിക്കൽ ഡാൻസ് മെയിൻലി എന്റർടൈൻമെന്റ്സിന് വേണ്ടിയിട്ടാണ്. ഫോക്ക് ഡാൻസസ് എന്ന് പറയുന്നത് ക്യാൻ ബി യൂസ്ഡ് ഫോർ സോഷ്യൽ, പൊളിറ്റിക്കൽ, മൊറൽ ആൻഡ് റിലീജിയസ് പർപ്പസ്. ഇത് സോഷ്യൽ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ, മൊറൽ ആൻഡ് റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് ഡാൻസസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഇനി നിങ്ങൾക്ക് ഓരോ ഫോക്ക് ഡാൻസസ് ഓഫ് ഇന്ത്യയിൽ പറയുന്നത്, നോർത്ത് ഇന്ത്യയിലുള്ള ഡാൻസുകളുണ്ട്, ഈസ്റ്റ് ഇന്ത്യയിലുള്ള ഡാൻസസ് ഉണ്ട്, അതൊക്കെ നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ വെസ്റ്റ് ഇന്ത്യയിൽ വരുന്ന ഡാൻസസ് ഏതൊക്കെയാണ്, സൗത്ത് ഇന്ത്യയിൽ വരുന്ന ഡാൻസസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കുക. ദെൻ അതിന്റെ ലിസ്റ്റ് ഒക്കെ ഇതുപോലെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എവിടേക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫോക്ക് ഡാൻസസിന്റെ ലിസ്റ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഇതാണ് തമിഴ്നാട് ഫോക്ക് ഡാൻസ് പറയുന്നത്, പുലിയാട്ടം, കോലാട്ടം, കനകാട്ടം, കുമ്മി എന്നൊക്കെ പറയുന്നത്.
ദെൻ രാജസ്ഥാനി ഫോക്ക് ഡാൻസ് പറയുന്നുണ്ട്, പഞ്ചാബ് പറയുന്നുണ്ട്, ആസാമി, അങ്ങനെ കുറച്ച് ഫോക്ക് ഡാൻസസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഇനി ഏതൊക്കെയാണ് ക്ലാസിക്കൽ ഡാൻസസ് എന്ന് നോക്കാം. ഇന്ത്യയിലുള്ള മെയിൻ ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. അതെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പറയുന്നത് യക്ഷഗാന, ഫോം ഓഫ് ഒപ്പേറയാണ് പറയുന്നത്. ഇതൊരു ഡ്രാമയാണ്, അതായത് ക്ലാസിക്കൽ ഡാൻസ് ഡ്രാമ പോപ്പുലർ ഇൻ കർണാടകയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രാമയാണിത്. സെയിം മ്യൂസിക് ഉണ്ടായിരിക്കും, സോങ്സ് ഉണ്ടായിരിക്കും, ഡാൻസ് ഉണ്ടായിരിക്കും, ആക്ടിങ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡയലോഗ് ആൻഡ് യൂണിക് കോസ്റ്റ്യൂംസ് ആയിരിക്കും എന്നിവ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ഡാൻസ് ഡ്രാമ ഓഫ് ദ കർണാടക ഹാസ് എ റൂറൽ ഒറിജിൻ, അല്ലെ, ഒരു റൂറൽ ഒറിജിൻ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ഗാന, അതായത് മീനിങ് മ്യൂസിക്കിനാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 400 years ഓൾഡ്, ഇതിനൊരു 400 വർഷമെങ്കിലും പഴക്കമുണ്ടായിരിക്കും. ദെൻ ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ദിസ് ഡാൻസ് ഈ കന്നഡ ആൻഡ് ദ തീംസ് ആർ ബേസ്ഡ് ഓൺ ഹിന്ദു എപ്പിക്സ്. ഇതിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് കന്നഡയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു തീം ബേസ് ചെയ്തിരിക്കുന്നത് ഹിന്ദു എപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് ആർ ദ മോസ്റ്റ് സിമിലർ ടു കഥകളി, കഥകളിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കഥകളിയുമായിട്ട് സിമിലർ ആയിട്ടുള്ള കുറച്ച് കോസ്റ്റ്യൂംസ് ആണ് ഇതിൽ ഉണ്ടായിരിക്കുക. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നാട്യശാസ്ത്ര, ഇത് നാട്യശാസ്ത്രയുമായിട്ട് എന്താണ് ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പൊ ഇതിലില്ലാത്ത കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇതിലുള്ള പോയിന്റ്സും കൂടെ നോക്കാം. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു അല്ലെങ്കിൽ ദിസ് കോമ്പിനേഷൻ ഓഫ് ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് എലമെന്റ്സ് മേക്ക് ഇറ്റ് യുണീക്ക്, അതായത് ക്ലാസിക്കലിന്റെയും ഫോക്കിന്റെയും എലമെന്റ്സ് ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ആണ് യക്ഷഗാന എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ് ഭരതനാട്യം. ഭരതനാട്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹൈലി ട്രഡീഷണൽ, അതായത് ഹൈലി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാൻസ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റൈലിഷ്ഡ് ഡാൻസ് ആണ്. ഫ്രം ദ ഒറിജിനേറ്റഡ് ഇൻ തമിഴ്നാട്, ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്നാണ് ഭരതനാട്യം വന്നിട്ടുള്ളത്. അതിന് അബൌട്ട് 200 years എന്താണ് ഓൾഡ് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ, ഇത് ബേസ് ചെയ്തിരിക്കുന്നത് നാട്യശാസ്ത്രത്തെയാണ്. ദെൻ ഇറ്റ് ഈസ് എസെൻഷ്യലി എ സോളോ ഡാൻസ്. നമുക്കറിയാം എന്താണ് ഭരതനാട്യം എന്ന് പറയുന്ന ഒരു സോളോ ഡാൻസ് ആണ്. ഏർലിയർ ഇറ്റ് വാസ് നോൺ എസ് ദാസിയാട്ടം ആൻഡ് പ്രാക്ടീസ്ഡ് ബൈ ദ ദേവദാസീസ് ഇൻ ദ സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസ്. സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസിൽ ദേവദാസീസ് പ്രാക്ടീസ് ചെയ്തിരുന്നിട്ടുള്ള ഒരു ഡാൻസസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരെന്ന് പറയുന്നത് ദാസിയാട്ടം എന്നുള്ളതാണ്. ദെൻ മ്യൂസീഷ്യൻസ് ഓഫ് ദ ടാൻജോർ കോർട്സ് ഗേവ് ദ thematic and the musical content and during the 18th and 19th centuries. Then it is was Rukmini Devi who have given new life to the after its disreputation due to the economic and social conditions. അപ്പോൾ രുക്മിണി ദേവി ആണ് ഇതിനൊരു പുതിയൊരു ലൈഫ് കൊടുത്തത്. Then it is a performance with wonderful sculpturistic poses. Then the predominant modes are ശാന്തം ആൻഡ് കരുണ. അപ്പൊ അതാണ് അതിൽ വരുന്നത്. ദെൻ ഭരതനാട്യം എന്ന് പറയുന്നത് ഭാരത എന്ന് ഉദ്ദേശിക്കുന്നത് ഭാവ രാഗ താള എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കഥകളി. കഥകളി എന്താന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ കഥകളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ ക്ലാസിക്കൽ ഡാൻസ് ആണ്, അല്ലെങ്കിൽ ഡ്രാമ ഓഫ് കേരള. കഥകളി ഈസ് എ ഡാൻസ് ഫോം വിച്ച് ഈസ് മോർ ദാൻ 300 years ഓൾഡ്, അല്ലെ, ഒരു 300 വർഷത്തിലധികം ഓൾഡ് ഉള്ള ഒരു ഡാൻസ് ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്രാമയാണ് എന്തെന്ന് പറയുന്നത് കഥകളി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഡാൻസ് ഡ്രാമ ആൻഡ് നോട്ട് ഡ്രാമ, അല്ലെ, ഇതൊരു ഡാൻസ് ഡ്രാമ കൂടിയാണ്, ഡ്രാമ മാത്രമല്ല എന്നുള്ളതാണ്. ദ സിൻസ് ദ ആർട്ടിസ്റ്റ് ഡസൻറ്റ് സ്പീക്ക് ദ വേഴ്സസ്, അതായത് ഇവിടെ ആർട്ടിസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, സ്പീക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. ദെൻ ദ ഡ്രാമാറ്റിക് സ്റ്റോറി ഈസ് ക്യാരിഡ് ഫോർവേഡ് ത്രൂ എ ഹൈലി ഇവോൾവ്ഡ് വൊക്കാബുലറി ഓഫ് ബോഡി മൂവ്മെന്റ്സ്, ഹാൻഡ് ജസ്റ്റേഴ്സ് ആൻഡ് ഐ മൂവ്മെന്റ്സ്. ഇതിൽ ഒരുപാട് ഐ മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഹാൻഡ് ജസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ, കൈ കൊണ്ടുള്ള ആംഗ്യങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് ബോഡി മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കും ഈ കഥകളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ കഥകളി എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് കേരളയാണ്. ദ വേർഡ് കഥകളി ലിറ്ററലി മീൻസ് സ്റ്റോറി പ്ലേ ആണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സ്റ്റോറി പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡാൻസ് ഡ്രാമയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ കഥകളി ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഹെവി എലാബറേറ്റ് മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂംസ്. ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇതിൽ വളരെ ഹെവി ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. In fact, the colorful and fascinating costumes of Kathakali have become the most recognized icon of Kerala. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്, അതായത് ഒരു മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഐക്കൺ ആയിട്ടാണ്, കേരളയിൽ തന്നെ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഐക്കൺ ആയിട്ടാണ് എന്തിനെ കഥകളിയെ നമ്മൾ കാണുന്നത്.
Okay, Kathakali is considered as one of the most magnificent theatres of imagination and creativity. ഒരു ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഒക്കെ അടങ്ങുന്നതാണ് കഥകളി എന്ന് പറയുന്നത്. കഥകളി ഡാൻസ് പ്രസന്റ് തീംസ് ഡിറൈവ്ഡ് ഫ്രം രാമായണ ആൻഡ് ദ മഹാഭാരത ആൻഡ് അതർ ഹിന്ദു എപ്പിക്സ്, മിത്തോളജീസ് ആൻഡ് ലെജൻഡ്സ്. അതായത് കഥകളിയിൽ മെയിനായിട്ട് പ്രസന്റ് ചെയ്യുന്ന തീമുകൾ എന്ന് പറയുന്നത് രാമായണമാവും, അല്ലെങ്കിൽ മഹാഭാരതമാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു എപ്പിക്സ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ലെജൻഡ്സുകളായിരിക്കും എന്ത് ചെയ്യുന്നത് ഇതിലൂടെ നമ്മൾ തീമായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ദെൻ അതിന്റെ ഫേഷ്യൽ മേക്കപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേഷ്യൽ മേക്കപ്പ് ഓഫ് കഥകളി എന്ന് പറയുന്നത് പച്ച ഉണ്ടായിരിക്കും, ഗ്രീൻ പെയിന്റഡ് ഫേസ് ആയിരിക്കും അതിനുണ്ടായിരിക്കുക. അത് നൊബിലിറ്റി ആണ് കാണിക്കുന്നത്, ഹോണർ, അതൊക്കെയാണ് അതിന്റെ ഒരു ഹയർ ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. അത് കൃഷ്ണനെ, അതുപോലെ തന്നെ കിങ് നള, അവരെയൊക്കെ കാണിക്കാനാണ്, ഇന്ദ്ര, അതിനൊക്കെ കാണിക്കാനാണ് പച്ച എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, പച്ച ഫേഷ്യൽ മേക്കപ്പ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കത്തി. കത്തി അതായത് ഗ്രീൻ പെയിന്റഡ് ഫേസ് ആണ് അതിനുള്ളത്. അത് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള രാവണ, അതുപോലെ തന്നെ ദുര്യോധന, അതൊക്കെയാണ് ആ മേക്കപ്പിലൂടെ കാണിക്കുന്നത്. ദെൻ കരിയാണ് ബ്ലാക്ക്. അത് ഫീമെയിൽ ഓഗ്രസസ് ലൈക്ക് ഹിഡുംബി ആൻഡ് ശൂർപ്പണക, അതായത് ഹിഡുംബി അതുപോലെ തന്നെ ശൂർപ്പണകനെയൊക്കെ കാണിക്കാനാണ് കരി അല്ലെ ബ്ലാക്ക്. Then മിനുക്കാണ്. The face is painted with delicate flesh tones with yellow and red powder വെച്ചിട്ടാണ് അതിൽ നിന്ന് ചെയ്യുന്നത്. അത് ഹീറോയിൻസ് ലൈക്ക് ദമയന്തി, സീത, അതൊക്കെ കാണിക്കാനാണ് മിനുക്ക് എന്നുള്ള മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് വരുന്ന കഥകളിയിൽ വരുന്ന മേക്കപ്പ് എന്ന് പറയുന്നത്. താടിയുണ്ട്, അതുപോലെ തന്നെ റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇതൊക്കെയാണ് അതിൽ മെയിനായിട്ട് വരുന്ന എന്തെന്ന് പറയുന്നത് മേക്കപ്പ് എന്ന് പറയുന്നത്. ദെൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കഥകളിക്ക് വേണ്ടിയിട്ട് ചെണ്ട യൂസ് ചെയ്യുന്നുണ്ട്, മദ്ദളം യൂസ് ചെയ്യുന്നുണ്ട്, ചേങ്ങില, ഇലത്താളം, അതുപോലെ തന്നെ ശംഖ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. കഥകളി ഈസ് പെർഫോമഡ് ഇൻ ദ ഓപ്പൺ സ്പേഷ്യസ് കോമ്പൗണ്ട്സ് ഓഫ് ടെമ്പിൾസ്. ടെമ്പിൾസിന്റെ ഒരു ഓപ്പൺ സ്പേഷ്യസ് ആയിട്ടുള്ള കോമ്പൗണ്ടിലാണ് മെയിനായിട്ട് കഥകളിയൊക്കെ എന്ത് ചെയ്യുന്നത് നടത്തുന്നത് എന്നുള്ളതാണ്. Then 7 years of rigorous practice is required for a novice to learn കഥകളി. ഒരു 7 വർഷത്തോളം എന്ത് വേണം, പ്രാക്ടീസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കഥകളിക്ക്. അപ്പൊ അതാണ് കഥകളിയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇതിലില്ലാത്ത പോയിന്റ്സ് ആണ് കേട്ടോ ഞാൻ എക്സ്ട്രാ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വരുന്നതാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു ഡാൻസ് ആണ്. അതായത് അത് നമ്മളുടെ തമിഴ്നാട്ടിലെ ഭരതനാട്യവുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പൊ കേരളത്തിന്റെ ശാസ്ത്രീയമായിട്ടുള്ള നൃത്തമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഞാൻ ഇതിലില്ലാത്ത കുറച്ച് പോയിന്റ്സും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് മോഹിനി മീൻസ് മെയ്ഡൻ ഹു എക്സേർട്ട് ഡിസയർ ഓർ സ്റ്റീൽസ് ദ ഹാർട്ട് ഓഫ് എ ലുക്കർ. അതായത് മോഹിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ കാഴ്ചക്കാരന്റെ ഹൃദയം കവർന്നെടുക്കുന്ന ഒരു കന്യക എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെ. അപ്പോ ഇതിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ എന്തിനു ശരിക്കും നമ്മുടെ ഭരതനാട്യത്തിന്റെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിന് സമാനമാണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഹാസ് ദ ടിപ്പിക്കൽ അട്രാക്റ്റീവ് കോസ്റ്റ്യൂം ഉണ്ട്. ഇതിന് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കോസ്റ്റ്യൂം ഉണ്ട്. വിച്ച് റിസംബിൾസ് ദ സ്പ്ലെൻഡിഡ് ഡ്രസ് കോഡ് ഓഫ് കേരള അല്ലെ. അതായത് കേരളത്തിലെ ആകർഷകമായിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതിയോട് ഒരു സാമ്യമുള്ള ടൈപ്പ് വസ്ത്രങ്ങളായിരിക്കും, കേരളത്തിന്റെ തനതായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രമായിരിക്കും ഇതിൽ ധരിച്ചിട്ടുണ്ടായിരിക്കാം, മോഹിനിയാട്ടത്തിൽ ഉണ്ടായിരിക്കാം. ദെൻ ഇറ്റ് ഈസ് എ സോളോ ഡാൻസ് പെർഫോംഡ് ബൈ വുമൺ ഓൺലി. ഇത് എന്താണ്, സ്ത്രീകൾ മാത്രം ചെയ്യുന്ന ഒരു സോളോ ഡാൻസ് പെർഫോമൻസ് ആണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. സോ മോഹിനിയാട്ടം ഈസ് എ ഗ്രേസ്ഫുൾ, എലഗന്റ് ആൻഡ് വിഗറസ് ഡാൻസ് ഫോം. ഇതെന്ന് പറയുന്നത് മോഹിനിയാട്ടം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരവും അതുപോലെ തന്നെ ഊർജ്ജസ്വരവുമായിട്ടുള്ള ഒരു നൃത്തരൂപമാണ് എന്നുള്ളതാണ്. മോഹിനിയാട്ടം ആസ് ഐറ്റംസ് ഓഫ് നൃത്ത ആൻഡ് നൃത്യ. അതായത് മോഹിനിയാട്ടത്തിൽ എന്തുണ്ട്, മോഹിനിയാട്ടത്തിൽ നൃത്തത്തിന്റെയും നൃത്യയുടെയും ഒക്കെ ഇനങ്ങളുണ്ട് അല്ലെങ്കിൽ ടൈപ്സ് ഉണ്ട് എന്നുള്ളതാ പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ ലാസ്യ ഡാൻസ് പെർഫോംഡ് സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു നാട്യശാസ്ത്ര. അതായത് നാട്യശാസ്ത്രം അനുസരിച്ച് കർശനമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ലാസ്യ നൃത്തമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. സോ ദിസ് ഫീച്ചേഴ്സ് സ്ട്രിക്ട്ലി ബോൾഡ്ലി പോസസ് ആറ്റിറ്റ്യൂഡ്സ്. ദെൻ ഇറ്റ് വാസ് പോയിറ്റ് വള്ളത്തോൾ ഹു റിവൈവ്ഡ് മോഹിനിയാട്ടം ത്രൂ കേരള കലാമണ്ഡലം. അതായത് കേരള കലാമണ്ഡലത്തിലൂടെ മോഹിനിയാട്ടം അതിനൊരു പുതുജീവൻ നൽകിയത് കവി വള്ളത്തോളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് മോഹിനിയാട്ടത്തെ കുറിച്ചിട്ട് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിലില്ലാത്ത കുറച്ച് പോയിന്റ്സ് തന്നെയാണ് ഞാൻ ഡിസ്കസ് ചെയ്ത്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കുച്ചിപ്പുടി. ദെൻ കുച്ചിപ്പുടി പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ ഡാൻസ് ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലുള്ള ക്ലാസിക്കൽ ഡാൻസ് ആണ് കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ദെൻ ഒറിജിനേറ്റഡ്
കുചേലപുരത്താണ് എന്ത് ചെയ്തിട്ട് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് നാട്യശാസ്ത്രമാണ്. അതുപോലെ തന്നെ തീർത്ഥ നാരായണ ആൻഡ് സിദ്ധേന്ദ്ര യോഗി ഇവോൾവ്ഡ് ദിസ് സ്റ്റൈൽ. അതായത് ഈ ഒരു സിദ്ധേന്ദ്ര യോഗിയാണ് ഇത് എന്ത് ചെയ്തത്, ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കുച്ചിപ്പുടി അല്ലെ അത് നാട്യശാസ്ത്രത്തിൽ എന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ സോളോ ഡാൻസ് തന്നെയാണിത്. കർണാട്ടിക് മ്യൂസിക് ഫോംസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഫോർ ദിസ് ഡാൻസ്. ഈ ഒരു ഡാൻസിന് കർണാട്ടിക് മ്യൂസിക് ഫോംസ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ടായിരിക്കുക. ദെൻ റീസെന്റ് ഇയേഴ്സ് ആയിട്ട് ഫീമെയിൽസ് ആൻഡ് ഓൾസോ പെർഫോം കുച്ചിപ്പുടി. ദെൻ ഈ കുച്ചിപ്പുടി എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ മെയിൽ പ്രിറോഗേറ്റീവ്. അതായത് ഇത് മെയിലിന് എന്താണ് അവകാശപ്പെട്ടിട്ടുള്ളതാണ്. ഇൻ റീസെന്റ് ഇയേഴ്സിലായിട്ട് ഫീമെയിൽസും എന്ത് ചെയ്യുന്നുണ്ട്, കുച്ചിപ്പുടി പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ദിസ് ഡാൻസ് ആസ് ലാസി ആൻഡ് താണ്ഡവ എലമെന്റ്സ്. ലാസി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ താണ്ഡവ എലമെന്റ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിന്റെ ഒരു മിക്സ്ചർ ആണ്. അതുപോലെ തന്നെ മിക്സ്ചർ ഓഫ് ഫോക്ക് ആൻഡ് ക്ലാസിക് ഫോം. ഒരു ക്ലാസിക് ഫോമിന്റെയും അതുപോലെ തന്നെ എന്താണ് ഫോക്കിന്റെയും ഒരു മിക്സ്ചർ ആണ് ഈ ഒരു കുച്ചിപ്പുടിയിൽ പറയുന്നത്. അതാണ് നെക്സ്റ്റ് പറയുന്നതാണ് മണിപ്പൂരി ഡാൻസ്. മണിപ്പൂരി ഡാൻസ് എന്ന് പറയുന്നത് ലിറിക്കൽ ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് മണിപ്പൂർ അല്ലെ. മണിപ്പൂരിന്റെ തന്നെ ഒരു ലിറിക്കൽ ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് രൂപമാണ് മണിപ്പൂരി എന്ന് പറയുന്നത്. ദെൻ വൈഷ്ണവ മതത്തിന്റെ ഒരു ആവിർഭാവമാണ് ഈ ഒരു നൃത്ത രൂപത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്, വഴിയൊരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇറ്റ്സ് അതുപോലെ തന്നെ ഇതൊരു ആചാരപരമായിട്ടുള്ള ഒരു നൃത്തരൂപം കൂടെയാണ്. വസ്ത്രങ്ങൾ നല്ല നല്ല രീതിയിലുള്ള കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ സംഗീതത്തിന് ഒരു പഴയ ഒരു ലോക മനോഹരിത എന്തിനു കൊടുക്കുന്നുണ്ട്, സംഗീതത്തിന് കൊടുക്കുന്നുണ്ട്. ദെൻ ഡ്രംസ് ആണ് എന്ത് ചെയ്യുന്നത്, പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ. ഇതിലൊരു ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നത് ഡ്രംസ് ആണ്. പ്രൈമറി യൂണിറ്റ് ഓഫ് മൂവ്മെന്റ് ഓഫ് ചാലി അല്ലെങ്കിൽ പാരംഗ് ആണ്. ഇതിന്റെ ഒരു പ്രൈമറി യൂണിറ്റ് ഓഫ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ചാരി ഓർ പാരംഗ് ആണ്. ഓൺ വിച്ച് ദ ഡാൻസ് ഈസ് ബിൽഡ്. ദെൻ It was the items of nritya and mime and there is no dramatic expression. അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് വരുന്നത് മണിപ്പൂരി ഡാൻസിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഒഡീസി. ഒഡീസി എന്താണെന്നുള്ളത് നോക്കാം. ഒഡീസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻസ് ഓഫ് ഒറീസയാണ് ബേസ്ഡ് ഓൺ നാട്യശാസ്ത്രം. നാട്യശാസ്ത്രത്തെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു ഡാൻസ് ആണ് ഒഡീസി എന്ന് പറയുന്നത്. ഇൻ ദ 12th century woman called Maharis performed this dance based on Gita Govinda in the ടെമ്പിൾ ജഗന്നാഥ ടെമ്പിളിൽ ഒരു 20th centuryയിൽ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പെർഫോം ചെയ്തിട്ടുള്ളതാണ് ഒഡീസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു സോളോ ഡാൻസ് ആണ്. ഇറ്റ്സ് എ വെരി സോഫ്റ്റ് ആൻഡ് ലിറിക്കൽ ഡാൻസ് ആണ് ഫ്രം മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ദ രാധാകൃഷ്ണ ലെജൻഡ്. അതെ, രാധാകൃഷ്ണനാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഒഡീസി ഡാൻസിലൂടെ എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ വെരി സോഫ്റ്റ് ആൻഡ് ലിറിക്കൽ ഡാൻസ് കൂടെയാണ്. അപ്പൊ ഇതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കഥക്. കഥക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് ഓഫ് നോർത്ത് ഇന്ത്യ തന്നെയാണ്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് എൻ അമാൽഗമേഷൻ ഓഫ് സെവറൽ ഡാൻസസ്. പല ഡാൻസുകളുടെയും ഒരു അമാൽഗമേഷൻ ആണ് കഥക് എന്ന് പറയുന്നത്. ഫോക്ക് ട്രഡീഷൻസിന്റെയും അതുപോലെ തന്നെ ട്രഡീഷണൽ ആർട്ട് ഫോമിന്റെയും, അതായത് നോർത്ത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ട്രഡീഷണൽ ആർട്ട് ഫോമിന്റെയും ഫോക്ക് ട്രഡീഷൻസിന്റെയും ഒക്കെ ഒരു അമാൽഗമേഷൻ ആണ് കഥക് എന്ന് പറയുന്നത്. ദെൻ വിച്ച് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു നൃത്ത ആൻഡ് അഭിനയ. നൃത്ത ആൻഡ് അഭിനയക്കാണ് മെയിൻ ആയിട്ട് ഇത് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ കഥക് ഈസ് പെർഫോംഡ് യൂഷ്വലി വിത്ത് ദ അക്കമ്പനി ഓഫ് സാരംഗി ആൻഡ് തബല. അതായത് സാരംഗി അതുപോലെ തന്നെ തബലയുടെ അക്കമ്പനിയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കഥക് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ഡാൻസസ് ആണ്, ക്ലാസിക്കൽ ഡാൻസസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് കഥക് പറയുന്നുണ്ട്, ദെൻ ഒഡീസി, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മോഹിനിയാട്ടം പറഞ്ഞു, അതുപോലെ തന്നെ കുച്ചിപ്പുടി, മണിപ്പൂരി, യക്ഷഗാന, ദെൻ കഥകളി, ഭരതനാട്യം. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ് ആയിട്ട് പറയുന്നത്.